നമസ്കാരം. നിമിഷപ്രിയ ഒരു വലിയ അന്താരാഷ്ട്ര വിഷയമായി മാറിയിരിക്കുന്നു. നിമിഷപ്രിയ എന്ന പാലക്കാട്ടുകാരിയായ മലയാളി നേഴ്സ് യമനിൽ വെച്ച് ഒരു യമൻ പൗരനെ വധിച്ചു എന്ന ഒരു ആരോപണം, അല്ലെങ്കിൽ അത് കുറ്റം. ആ കുറ്റം യമൻ എന്ന രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിമിഷപ്രിയ പൂർണ്ണമായി കുറ്റക്കാരിയാണെന്നും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്? ഏതാണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി മറിയും മറിഞ്ഞുമൊക്കെ നിമിഷപ്രിയ വിഷയം നമ്മുടെ പരിഗണനയിലുണ്ട്. പക്ഷെ അതെല്ലാം ആ റിപ്പോർട്ടുകളെല്ലാം സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വൈകാരിക തലം, അതുപോലെ നിയമപരമായ തലം, ബ്ലഡ് മണി എന്ന സങ്കല്പം, അങ്ങനെയുള്ള, അതുമാത്രമല്ല ഇന്ത്യയിലെ പ്രവാസി ലോകം, അറബി രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ മേഖലയിലെ അറബി രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ ചർച്ചയാകുന്നു. ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം 3 രാജ്യങ്ങൾ, ഞാൻ അന്താരാഷ്ട്ര വിഷയമായി ഇതിനെ കാണുകയാണ്, ഒരു നയതന്ത്ര വിഷയമായി കാണുകയാണ്. അതുകൊണ്ടാണ് 3 രാജ്യങ്ങൾ, ഭാരതം, ഇറാൻ ആൻഡ് യമൻ, ഈ 3 രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയ വിഷയത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ എന്തുകൊണ്ടാണ് ഇറാൻ രംഗത്ത് വരുന്നത്? നമുക്കറിയാമല്ലോ, യമൻ എന്ന രാജ്യം ഇന്ന് യഥാർത്ഥത്തിൽ 2 വിഭാഗങ്ങളുടെ കയ്യിലാണ്. അതിലെ പ്രധാന വിഭാഗം വിമത വിഭാഗമെന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അവരെ ഇറാനിയൻ പിന്തുണയുള്ള ഒരു ട്രൈബൽ വിഭാഗമാണ്. നമ്മൾ അവരെ ഹൂതികൾ എന്നാണ് വിളിക്കുന്നത്. ഹൂതി റിബൽസ് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും ഹൂതി വിഭാഗത്തിൻ്റെ ഒരു സർക്കാർ എന്ന് മറ്റുള്ളവരും ഒക്കെ വിളിക്കുന്നു. അവർ കട്ടക്ക് സൗദി അറേബ്യയ്ക്ക് എതിരാണ്. ഇപ്പോൾ യമനും സൗദി അറേബ്യയും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലായിരുന്നു ഏറെക്കാലം. ഇപ്പോഴും ശാന്തത കൈവന്നിട്ടില്ല. സന കേന്ദ്രമാക്കി ഒരു ഭരണകൂടം, ഒരു സമാന്തര ഭരണകൂടം യമനിലുണ്ട്. ആ ഭരണകൂടത്തെ നയിക്കുന്നതാണ് ഹൂതികൾ. കിഴക്കൻ യമൻ ഭാഗത്ത് മറ്റൊരു വിഭാഗവും ഉണ്ട്. അതുകൊണ്ടിപ്പോൾ ഡിഫാക്ടോ യമൻ അതോറിറ്റി എന്ന് പറയുന്നത് ഹൂതികൾ ആണ് എന്ന് കരുതി മാത്രമേ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനൊക്കൂ. അങ്ങനെയെങ്കിൽ നിമിഷപ്രിയ എന്ന ഇന്ത്യൻ നേഴ്സ്, മലയാളി നേഴ്സ് ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ വിചാരണ സംവിധാനങ്ങൾ ഹൂതികളുടെ കോടതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. അന്തിമ തീരുമാനമെടുക്കുന്നതും ഹൂതികൾ തന്നെ അവരോധിച്ച ഇപ്പോഴത്തെ പ്രസിഡൻറ്റുമാണ്, യമൻ്റെ പ്രസിഡൻറ്റുമാണ്. യമൻ്റെ പ്രസിഡന്റിൻ്റെ മുമ്പിൽ പല കോടതികളായി വന്ന് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചു, മേൽക്കോടതിയിൽ അപ്പീൽ പോയി, അവിടെയും വധശിക്ഷ വിധിച്ചു. നിയമസഹായം കുറേയൊക്കെയെങ്കിലും നിമിഷപ്രിയയ്ക്ക് ലഭിച്ചു. പക്ഷേ യമൻ്റെ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പഴുതില്ലാത്ത രീതിയിൽ നിമിഷപ്രിയ ചെയ്ത തെറ്റ് അത് സ്ഥിരീകരിക്കപ്പെട്ടു, ശിക്ഷ വിധിക്കപ്പെട്ടു, വധശിക്ഷ തന്നെയാണ് വിധിച്ചത്. അപ്പോൾ അവിടെ അതിനകത്ത് യാതൊരു കോംപ്രമൈസുമില്ല. ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അതേക്കുറിച്ച് പുറത്തു നിന്നുകൊണ്ട് വിവക്ഷിക്കാൻ നമുക്കാവില്ല. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ തനതായ നിയമ സംവിധാനങ്ങളും വ്യവസ്ഥകളുമുണ്ട്. അതനുസരിച്ച് കൊലക്കുറ്റത്തിന് സ്വന്തം പൗരനെ കൊല ചെയ്താൽ ഒരാൾക്ക് ലഭിക്കാവുന്ന വധശിക്ഷ തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് ലഭിച്ചത്. അതിന് നാൾ വഴികളിലേക്കൊക്കെ നോക്കിയാൽ ന്യായാന്യായങ്ങൾ ഒരുപാട് പറയാനുണ്ടാകും. നിമിഷപ്രിയ ഒരു സമ്മർദ്ദത്തിൽ അത് ചെയ്തതാണ്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് യമൻ പൗരൻ പിടിച്ചുവെച്ചു. യമൻ പൗരൻ്റെ സഹായത്തോടു കൂടിയാണ്, അദ്ദേഹമായിരുന്നു സ്പോൺസർ, തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡൻഷ്യൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം യമൻ പൗരനാണ്. അദ്ദേഹം നിമിഷപ്രിയയുടെ ഭർത്താവിൻ്റെയൊക്കെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു ക്ലിനിക്ക് സ്ഥാപിക്കാൻ നിമിഷപ്രിയ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധം മാറി. ഭർത്താവ് നാട്ടിലേക്ക് പോയി, തിരിച്ചു വന്നില്ല. ഭർത്താവും ഭാര്യയും അദ്ദേഹവും എല്ലാം കൂടെ ചേർന്ന് നാട്ടിലേക്ക് പോയി, നമ്മുടെ നാട്ടിലേക്ക് വന്നു, തിരിച്ചെത്തിയില്ല. നിമിഷപ്രിയ മാത്രം തിരിച്ചെത്തി. അപ്പോൾ ആഭ്യന്തര യുദ്ധമായി. ആഭ്യന്തര യുദ്ധകാലത്ത് ഭർത്താവിന്, നിമിഷപ്രിയയുടെ ഹസ്ബൻഡിന് വരാൻ സാധിച്ചില്ല. പിന്നെ നിമിഷപ്രിയ ഒറ്റയ്ക്കായി. അങ്ങനെ അപ്പോൾ അദ്ദേഹം നിമിഷപ്രിയയെ ഒരു ഭാര്യ എന്ന നിലയിലോ, അല്ലെങ്കിൽ കീപ്പ് എന്ന നിലയിലോ, അല്ലെങ്കിൽ ഒരു ലൈംഗിക പങ്കാളി എന്ന നിലയിലോ ഒക്കെ കൈവശം വെച്ചിരുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്.
അതിൽ ഖിന്നയായിരുന്നു നിമിഷപ്രിയ. അവസരം കിട്ടിയപ്പോൾ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പോലും പിടിച്ചു വെച്ച് നിമിഷപ്രിയ ഉണ്ടാക്കുന്ന ക്ലിനിക്കിൽ നിന്നുള്ള ആദായം പൂർണ്ണമായി കവർന്നെടുത്തുകൊണ്ട് നിമിഷപ്രിയയുടെ ഏക സമ്പാദ്യം കുറച്ച് സ്വർണ്ണമാണ്, ആ സ്വർണം പോലും തട്ടിയെടുത്തുകൊണ്ട് നിമിഷപ്രിയയെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് ലൈംഗികമായി പോലും പീഡനം അനുഭവിപ്പിച്ചുകൊണ്ട് മുന്നേറിയ ആ ഒരു വലിയ ഒരു അഭിശബ്ദമായ ദിനങ്ങൾ, അതിൽ നിന്ന് മോചനം നേടാനായി ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി അവിടെ തന്നെ ജോലി ചെയ്ത ഇതുപോലെ തന്നെ പീഡനം നേരിട്ട മറ്റൊരു പെൺ സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി യമന പൗരിയായ സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി പാസ്പോർട്ട് വീണ്ടെടുക്കാനും അവിടുന്ന് രക്ഷപ്പെടാനും നടത്തിയ ഒരു ശ്രമത്തിനിടയിലാണ് മയക്കുമരുന്ന് അല്ലെങ്കിൽ വലിയ തോതിലുള്ള സെഡറ്റീവ്സ് കുത്തിവെച്ച് ആകസ്മികമായി ഒരുപക്ഷെ തലാൽ വധിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ ചരിത്രം, ഹസ്തചിത്രം. ഞാൻ ഒരു മിനിറ്റ് കൊണ്ടങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. ആ ഒരു ചിത്രം, അതിൻ്റെ നൈതിക വശം എന്ത് തന്നെ ആയിരുന്നാലും കൊലപാതകം തന്നെയാണ്, ഒരു ക്രൈമാണ്. ഇനിയാണ് നമ്മുടെ വിഷയം. ഒരു ക്രൈം സംഭവിച്ചു, അതിനവിടുത്തെ ശിക്ഷയും ലഭിച്ചു. അപ്പോൾ പിന്നെ മാർഗം എന്താണ്? ശിക്ഷ നടപ്പാക്കുക ഒരു മാർഗം. ഭാരതത്തിന് യമൻ്റെ സർക്കാരിനോട് ആവശ്യപ്പെടാം, തീർച്ചയായും ആവശ്യപ്പെടാം. പക്ഷേ ഒരു ട്രൈബൽ സംവിധാനമാണ് യമൻ്റെ ഭരണകൂടം നിയന്ത്രിക്കുന്നത്. അതായത് പല ഗോത്രങ്ങൾ, അതിൽ തലാൽ പ്രതിനിധാനം ചെയ്യുന്ന ഗോത്രത്തിൻ്റെ തലവൻ, ആ ഗോത്ര സമിതി, തലാലിൻ്റെ തന്നെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, ഇവരെല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും. ഞങ്ങൾ പണം സ്വീകരിച്ചുകൊണ്ട് ബ്ലഡ് മണി, അതായത് അതിനുള്ള പരിഹാരം, പ്രായശ്ചിത്തം എന്ന നിലയിൽ കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബാംഗങ്ങളോ അവർക്ക് വേണ്ടി മറ്റാരെങ്കിലുമോ വലിയൊരു തുക കൊടുത്താൽ അത് സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ മരണം ഞങ്ങൾ മാപ്പാക്കിയിരിക്കുന്നതിന് ഉത്തരവാദികളായിരിക്കുന്നവർക്ക് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയ വേണമെങ്കിൽ വെറുതെ വിടാൻ സാധിക്കും, അല്ലെങ്കിൽ ശിക്ഷ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. അല്ലാതെ ഏകപക്ഷീയമായി യമൻ്റെ പ്രസിഡന്റിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്ന കോടതിയുടെ വിധി അതിൽ ശരിവെക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. യമൻ്റെ പ്രസിഡന്റ് ചെയ്തതും വിധി പകർപ്പിൽ ഒപ്പിടുക, ഒരു മാസത്തിനുള്ളിൽ നിമിഷപ്രിയ തൂക്കിലേറ്റപ്പെടും. ഇതാണ് അവസ്ഥ. അവിടെയാണ് ഈ ബ്ലഡ് മണി കൈമാറാനുള്ള സംവിധാനമുണ്ടോ എന്ന് നോക്കുന്നത്. അതൊരു രാജ്യാന്തര സംവിധാനമാണ്. ഇന്ത്യൻ സർക്കാരിന് ഒരു ചെക്ക് അയക്കാനാവില്ല യമൻ സർക്കാരിന്. ഇത്ര തുക ബ്ലഡ് മണിയായി ഞങ്ങൾ തന്നിരിക്കുന്നു, ഇന്ത്യയിൽ നിന്നും സ്നേഹപൂർവ്വം സർക്കാർ കൊടുത്തുവിട്ടിരിക്കുന്നു. അതിനൊരു സംവിധാനം നമുക്കില്ല, അതിന് നിയമപരമായി പരിരക്ഷയുമില്ല. അങ്ങനെ ചെയ്യാൻ ഇന്ത്യൻ സർക്കാരിനാവില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നിന്നും സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ഫാമിലി അംഗങ്ങൾക്കും പണം യമനിലേക്ക് അയക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. നിയമപരമായി അങ്ങനെ ഒരു സംവിധാനവും നടക്കില്ല. പിന്നെ മൂന്നാമത്തെ വഴി എന്താണ്? ആ പണം അവർ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ബന്ധുക്കൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത് വലിയ വ്യവസായികൾ, യമനിലൊക്കെ വ്യവസായ സ്ഥാപനങ്ങളുള്ള, അല്ലെങ്കിൽ UAE-യിലോ സൗദി അറേബ്യയിലോ ഒക്കെ വ്യവസായം നടത്തുന്ന മലയാളി വേരുകളുള്ള ഏതെങ്കിലും സംരംഭകർ, യൂസഫ് അലിയെ പോലെയൊക്കെയുള്ള വലിയ സംരംഭകർക്ക് വേണമെങ്കിൽ പുഷ്പം പോലെ ഇത് ചെയ്യാം. അങ്ങനെ ചെയ്ത പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട്. പക്ഷെ അതൊന്നും കൊലപാതക കേസുകളിലല്ല. ഈ കേസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇതൊരു കൊലപാതക കേസാണ്. നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. തലാലിൻ്റെ മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കി ചാക്കിലാക്കി വാട്ടർ ടാങ്കിനുള്ളിൽ കിടത്തി എന്ന് പറയുമ്പോൾ അത് ഹീനമായ ഒരു ക്രൈമാണ്, ഹീനസ് ക്രൈം. അങ്ങനെ വരുമ്പോൾ അതിന് കൂട്ടുനിന്നു എന്ന് വരാൻ പല വ്യവസായികൾക്കും, പല ഇന്ത്യൻ വംശജരായ വ്യവസായ പ്രമുഖന്മാർക്ക് താല്പര്യമില്ല. അവരുടെ ഗുഡ്വിൽ നഷ്ടപ്പെടും. മധ്യപൗരസ്ത്യ പ്രദേശത്തിൻ്റെ ആകമാന സാംസ്കാരിക പരിരക്ഷ, സാംസ്കാരിക ചിത്രം അവിടെ ഒരു വിലങ്ങുതടിയാകും. അതുകൊണ്ട് ആർക്കും നേരിട്ടിടപെടാനുള്ള, ഈ വിഷയത്തിൽ അങ്ങനെ നേരിട്ടിടപെടാനുള്ള ഒരു കാര്യമല്ല. എങ്കിൽ പോലും ചില വ്യക്തികളുടെ, ചില സ്വകാര്യ വ്യക്തികളുടെ പ്രേരണ ഫലമായി അത്യാവശ്യം പണം കൊടുക്കാമെന്ന് ഏറ്റതിൻ്റെ പകുതി പണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായി, സ്വാംശീകരിക്കാൻ തയ്യാറായി. അതിന് സാധിച്ചു. കൈമാറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് വാങ്ങാമെന്ന ഉറപ്പും കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനി അവസാന വഴി എന്താണ്? അവിടെയാണ് ഇറാൻ്റെ കാര്യം വരുന്നത്. നമുക്കറിയാം, സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ശത്രുതയിലാണ്. ഷിയ സുന്നി വൈരാഗ്യമാണ്. അതേസമയം ഷിയ വിഭാഗക്കാർ കൂടിയായ ഹൂതികളുമായി ഇറാൻ നല്ല സൗഹൃദത്തിലാണ്. അതുമാത്രമല്ല, ഇറാൻ്റെ പിന്തുണയിലാണ് ഹൂതികൾ ആ പ്രദേശം അടക്കി വാഴുന്നത്. മാത്രമല്ല, ബാബൽ മന്ദേബ് എന്ന കടലെടുക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ, യമൻ്റെ തീരപ്രദേശമാണ്, റെഡ് സീയിലേക്കുള്ള, ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടമാണ്. അവിടം നിയന്ത്രിക്കുന്നതുൾപ്പെടെ ഹൂതികളാണ്. അതുകൊണ്ട് അന്താരാഷ്ട്രപരമായി പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ബാബൽ മന്ദേബും അതിന് ചുറ്റുപാടുമുള്ള കടലിടുക്കും, റെഡ് സീ മേഖലയാകമാനം.
അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം വളരെയധികം ഉദ്വേഗത്തോടെ നോക്കിക്കാണുന്ന ഒരു മേഖലയാണത്. അവിടെ ഇറാൻ്റെ സൈനിക കപ്പൽ സാന്നിധ്യമുണ്ട്. ഇറാൻ പറയുന്നതിനപ്പുറം പോകാൻ ഹൂതികൾക്ക് കഴിയില്ല. പക്ഷേ ഇറാനും ഒരു ചെറിയ പ്രതിസന്ധിയിലാണ്. ഇറാൻ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഇറാനും ആവില്ല. കാരണം ഗോത്ര സംസ്കാരമാണ് യമനിൽ നടക്കുന്നത്. അപ്പോൾ ആ ഗോത്ര സംസ്കാരത്തിന് തീരുമാനങ്ങളെ അട്ടിമറിച്ചാൽ ഹൂതികൾ നാളെ ഇറാനെതിരെ തിരിയുമോ, ഇറാൻ്റെ നല്ലൊരു ചങ്ങാതിയെ നഷ്ടപ്പെടുമോ, പിന്നെ പശ്ചിമേഷ്യയിലെ ആകമാന സമവാക്യങ്ങൾ മാറിമറിയും. അതുകൊണ്ട് ഒരു പരിധിയിലധികം അവരുടെ നിയമവ്യവസ്ഥയെ, യമൻ്റെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഇറാനും തയ്യാറാവില്ല. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രതിനിധിയായി, വിദേശകാര്യ പ്രതിനിധിയായി ന്യൂഡൽഹിയിലെത്തിയ ഇറാൻ്റെ നയതന്ത്രജ്ഞന്മാർ ഇന്ത്യൻ ഗവൺമെൻറ്റിനുമായി സംസാരിച്ചു. ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ സഹായിക്കാം. എങ്ങനെയെന്ന് പറയുന്നില്ല, ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ അനൗപചാരികമായ ഒരു ഇടപെടൽ, ഔപചാരികമല്ല അനൗപചാരികമായ ഒരു ഇടപെടൽ യമൻ ഭരണകൂടത്തിന്മേലും പ്രസിഡന്റിന്മേലും ഉണ്ടാകും. ആ പ്രസിഡന്റ് ഗോത്ര തലവന്മാരുമായിട്ട് സംസാരിക്കും. അങ്ങനെ ബ്ലഡ് മണി സ്വീകരിക്കാൻ ഫാമിലി അവസാനം സന്നദ്ധമാകും. എല്ലാം പറഞ്ഞ് സെറ്റപ്പാക്കാനുള്ള സാധ്യത തെളിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ടാണ് ഇതൊരു അന്താരാഷ്ട്ര നയതന്ത്ര വിഷയമാണ്. ഇത് ട്രാക്ക് 1 ഡിപ്ലോമസിയിൽ പരിഹരിക്കാനാവില്ല. പക്ഷേ ട്രാക്ക് 2 ഡിപ്ലോമസി, അതുപോലെ തന്നെ അനൗപചാരിക നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, രാഷ്ട്ര ഇതര ആക്ടേഴ്സ്, വ്യക്തികൾ, ചില സമുദായങ്ങൾ, NGOs, ഇവരുടെ എല്ലാം പ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട അവസരമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഫേവറാണ് ചോദിക്കുന്നത്, തങ്ങളുടെ ഒരു പൗരയെ വെറുതെ വിടൂ. വളരാൻ നമ്പുന്ന ഭാരതം, ലോകത്തെ വൻ ശക്തിയാകാൻ ശ്രമിക്കുന്ന ഭാരതം, ഓരോ പൗരനും വളരെ വലിയ വിലയാണ് ഇട്ടിരിക്കുന്നത്. ഇസ്രായേൽ അങ്ങനെയാണല്ലോ, ഒരു പൗരനെ മോചിപ്പിക്കാൻ ഏതറ്റം വരെ പോകുന്ന ഇസ്രായേൽ. അതൊക്കെ ഭാരതത്തിന് പാഠമാകേണ്ടതാണ്. അതുകൊണ്ട് ട്രാക്ക് 1 സാധിച്ചില്ലെങ്കിൽ ട്രാക്ക് 2, 3 or 4 അങ്ങനെ ഭാരതം ശ്രമിക്കുന്ന കാഴ്ചയാണുള്ളത്. പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ആത്യന്തികമായി നിമിഷപ്രിയയുടെ ഭാവി തുലാസിൽ തൂങ്ങുകയുമാണ്. മനുഷ്യസാധ്യമായ എല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്.